ഹലോ. ഇന്നലെ നിങ്ങളുമായി ഞാൻ സംസാരിച്ചത് ഇന്ത്യൻ എയർഫോഴ്സിലെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വിവിധ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞവർക്ക് 20-24 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന വിവിധ ജോലികളെക്കുറിച്ചായിരുന്നു. ഇന്ന് ഇന്ത്യൻ നേവിയിലെ അവസരത്തെക്കുറിച്ചാണ്. പക്ഷേ ഇന്ത്യൻ നേവിയിലെ ഈ അവസരം എന്ന് പറയുന്നത് ഈ 2024 അതായത് 2024 JEE മെയിൻ പരീക്ഷ പാസ്സായ റാങ്ക് കിട്ടിയ കുട്ടികൾ, അതോടൊപ്പം തന്നെ +2-ൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കോമ്പിനേഷനിൽ 70% മാർക്ക് നേടി വാങ്ങിയ കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഇത് കേൾക്കുമ്പോൾ ഈ വർഷം 2024 JEE മെയിൻ എഴുതിയ കുട്ടികൾ NITയിലോ മറ്റു ഇന്ത്യയിലുള്ള വിവിധ എൻജിനീയറിംഗ് കോളേജിലൊക്കെ അഡ്മിഷൻ നേടിയിട്ടുണ്ടാവാം. എന്നാൽ പോലും അവർക്ക് അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് അതായത് ഈ ഇന്ത്യൻ നേവിയിലെ BTech ലെവൽ എൻട്രി ആണ്. അതിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് മാറാവുന്നതാണ്. അതും ഏഴിമല നാവിക അക്കാദമി, നമ്മുടെ കേരളത്തിലെ കണ്ണൂരുള്ള ഏഴിമല നാവിക അക്കാദമിയിലാണ് ഈ BTech ലെവൽ എൻട്രി പഠിക്കാനുള്ള അവസരം. ഇലക്ട്രോണിക്സും മെക്കാനിക്കൽ എൻജിനീയറിംഗുമാണ് അവിടെ പഠിപ്പിക്കുന്നത്. 4 വർഷത്തെ പഠനത്തിന് ശേഷം കേഡർ മേഖലയിലേക്ക്, ലെഫ്റ്റനൻറ്റ് കേഡർ എന്നുള്ള തസ്തികയിലേക്ക് ഇന്ത്യൻ നേവിയിൽ നിങ്ങൾക്ക് ജോലിയും കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ഈ വർഷം 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന, അടുത്ത വർഷം JEE മെയിൻ അപ്പിയർ ചെയ്യുന്ന കുട്ടികൾക്ക് അടുത്ത വർഷത്തെ ഏഴിമല നാവിക അക്കാദമിയിലെ BTech ലെവൽ എൻട്രിയിൽ അപേക്ഷിക്കാം. പക്ഷേ ഈ വർഷം യോഗ്യരായിട്ടുള്ളത് 2024 JEE മെയിൻ എഴുതി പാസ്സായ കുട്ടികളും 70% മാർക്ക് +2-ൽ കിട്ടിയ കുട്ടികളുമാണ്. December 20 ലാസ്റ്റ് ഡേറ്റ്. ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ വിവരങ്ങൾ കിട്ടുന്നതാണ്. അതുകൂടാതെ BTech പാസ്സായ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പാസ്സായ കുട്ടികൾക്ക് പവർ ഗ്രിഡിൽ ട്രെയിനി ആയിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ 2024 ഗേറ്റ് സ്കോർ വെച്ചുകൊണ്ടാണ് പവർ ഗ്രിഡിൽ ട്രെയിനി ആയിട്ട് അപേക്ഷിക്കാൻ യോഗ്യത കിട്ടുന്നത്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള പബ്ലിക് സെക്ടറിലൊക്കെ BTech ലെവൽ കഴിഞ്ഞ് ഗേറ്റ് സ്കോറുള്ളവർക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. എന്തായാലും പുതിയ കോഴ്സുകളെക്കുറിച്ചും പുതിയ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഡ്രീം കരിയർ യൂട്യൂബ് ചാനലിലൂടെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടനെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഞാൻ അഡ്വക്കേറ്റ് ഇസുദ്ദീൻ.